അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ രണ്ട് പേരുകളെ കുറിച്ച്, രണ്ട് വിശേഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അർ റഹ്മാനും അർ റഹീമും. റബ്ബിൽ ആലമീനായ സർവ്വലോകത്തിന്റെയും യജമാനനായ അള്ളാഹു അർ റഹ്മാനാണ്, അർ റഹീമാണ്. എങ്ങനെ അത് കോമൺ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? ദ മോസ്റ്റ് മേഴ്സിഫുൾ, ദ മോസ്റ്റ് ബെനവലന്റ് എന്നൊക്കെ നമ്മൾ പറയും. പരമകാരുണികനും കരുണാവാരിധിയും. പക്ഷെ അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ കൊണ്ട് അതിന്റെ അർത്ഥം ഒട്ടും കംപ്ലീറ്റ് ആവുന്നില്ല. മാത്രമല്ല, അങ്ങനെ വായിച്ചു പോകുമ്പോൾ നമുക്ക് ഇമോഷണലി ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ഒന്നും തോന്നത്തില്ല. അങ്ങനെ നമുക്ക് തോന്നണമെങ്കിൽ ആ വാക്കുകളുടെ ശരിയായിട്ടുള്ള ഒരു ഡീപ്പ് മീനിങ്ങിലേക്ക് നമ്മൾ ഇറങ്ങണം. അർ റഹ്മാനും അർ റഹീമും റഹ്മ എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് വരുന്നത്. റഹ്മ എന്ന് പറഞ്ഞാൽ നോർമലി മേഴ്സി, കാരുണ്യം, അങ്ങനെയൊക്കെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ മേഴ്സി എന്നുള്ളൊരു വാക്ക് പലപ്പോഴും നമ്മളൊരു നെഗറ്റീവ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ നമ്മളെ അടിക്കാനായിട്ട് വടി എങ്ങനെ എടുത്തിട്ട് ഇന്ന് തൽക്കാലം തന്നെ ഞാൻ അടിക്കുന്നില്ല, പൊക്കോ എന്ന് പറയും. അത് ടീച്ചറിന്റെ മേഴ്സിയാണ്. ഒരു പോലീസുകാരൻ ഇങ്ങനെ കുറ്റവാളിയെ പിടിച്ചിട്ട് തൽക്കാലം തന്നെ ഞാൻ ഇടിക്കാതെ വിടുവാണ്, അത് പോലീസുകാരന്റെ മേഴ്സിയാണ്. അപ്പം ലൈഫിലെ ഇങ്ങനെയുള്ള നെഗറ്റീവ് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൂടുതൽ നമ്മൾ ഈ കാരുണ്യം, മേഴ്സി എന്നുള്ളൊരു വാക്കൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ റഹ്മ അതിൻ്റെയൊക്കെ ഒക്കെ അപ്പുറത്താണ്. റഹ്മ എന്ന് പറയുന്നത് റഹം എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് വരുന്നത്. റഹം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്നാണ്, ദ വൂംബ് ഓഫ് എ മദർ. നമ്മൾ നമ്മുടെ ഉമ്മാന്റെ വയറ്റിലായിരുന്ന ആ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ദ മോസ്റ്റ് ലക്ഷറിയസ് അല്ലെങ്കിൽ ദ മോസ്റ്റ് സേഫസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു അവസ്ഥയാണ്. ഫുഡും വെള്ളവും താമസവും ഒന്നിനെ കുറിച്ചും ബോധർ ചെയ്യേണ്ട, എവ്രിതിങ് ഈസ് ടേക്കൺ കെയർ. ഉള്ള ബുദ്ധിമുട്ടുകളും ടെൻഷനും പ്രയാസങ്ങളും എല്ലാം അനുഭവിക്കുന്നവരാണ് ഉമ്മയാണ്. പക്ഷെ ആ പ്രയാസങ്ങളെല്ലാം സഹിക്കുമ്പോഴും കുഞ്ഞിനോടുള്ള സ്നേഹം ഒരു അല്പം പോലും കുറയുന്നില്ല, കൂടുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൂടി വരുവാണ്. പക്ഷെ വയറ്റിൽ കിടക്കുന്ന നമ്മൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? നമ്മളവിടെ ലാവിഷായിട്ട് കഴിയുവാണ്. ഇത്ര ഫെസിലിറ്റീസ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഇത്ര സ്നേഹമുള്ള ഒരു ഉമ്മ നമുക്ക് വെളിയിലുണ്ടെന്നും ഒന്നും നമ്മൾ അറിയുന്നില്ല. അതാണ് റഹമിന്റെ അവസ്ഥ. അതിൽ നിന്നാണ് റഹ്മ വരുന്നത്. അതുപോലെ അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം, അള്ളാഹുവിന് തന്റെ അടിമകളോടുള്ള സ്നേഹവും ലാളനവും, അതൊന്നും ഒരിക്കലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനും ഒരുപാട് അപ്പുറത്താണ്, നമുക്ക് അളക്കാൻ കഴിയുന്നതിനപ്പുറത്താണ്. അതാണ് അള്ളാഹുവിന്റെ റഹ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്താണ്? ഒരു മാതാവിന് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തിനേക്കാളും കാരുണ്യത്തിനേക്കാളും കൂടുതലാണ് അള്ളാഹുവിന് തന്റെ അടിമകളോടുള്ള കാരുണ്യം. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. എന്തെല്ലാം സിസ്റ്റമാണ്, ഞാൻ ഈ സംസാരിക്കുമ്പോഴും നിങ്ങളിത് കേൾക്കുമ്പോഴും ഒക്കെ എന്തെല്ലാം പ്രോസസ്സാണ് ഇപ്പൊ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയം ഇടിക്കുന്നത്, നമ്മുടെ കണ്ണ് വെട്ടുമ്പോൾ എന്തെല്ലാം പ്രോസസ്സാണ് നടക്കുന്നത്. സോ ഇതൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. എവ്രിതിങ് ഈസ് ടേക്കൺ കെയർ. പക്ഷെ ഇതെല്ലാം നമ്മൾ എന്തെങ്കിലും അള്ളാഹുവിനോട് ചെയ്തു കൊടുത്തിട്ട് പ്രതിഫലമായിട്ട് കിട്ടിയതാണോ? ഒന്നുമല്ല. എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒന്ന് കുറഞ്ഞു പോയതിന്റെ പേരിൽ യാതൊരു കംപ്ലൈന്റ് പറയാനും പറ്റത്തില്ല. കാരണം അള്ളാഹു ഫ്രീ ആയിട്ട് തന്ന ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ആരും കംപ്ലൈന്റ് പറയത്തില്ല. അത് എത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ഒരാൾ നമ്മുടെ പറയണം 5 ലക്ഷം രൂപ തരാം, നിന്റെ മൂക്കിങ് തരുമോ? ഇല്ല, നമ്മൾ കൊടുക്കാൻ തയ്യാറാവത്തില്ല. നമ്മുടെ ഓരോ ശരീരത്തിന്റെ അവയവങ്ങളും നമ്മൾ വിലയിടാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും എത്ര എക്സ്പെൻസീവാണ് അള്ളാഹു നമുക്ക് തന്ന ഗിഫ്റ്റുകളെന്ന്. പക്ഷെ എത്ര പ്രാവശ്യം നമ്മൾ അറ്റ്ലീസ്റ്റ് അവയവങ്ങളുടെ പേരെടുത്ത് പറഞ്ഞെങ്കിലും അള്ളാഹുവിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു എനിക്ക് കണ്ണ് തന്നതിന് അൽഹംദുലില്ലാ, എനിക്ക് കാത് തന്നതിന് അൽഹംദുലില്ലാ, കൈകൾ തന്നതിന് അൽഹംദുലില്ലാ. അള്ളാഹു ഏറ്റവും നല്ല നന്ദിയുള്ള ദാസന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ അതാണ് അള്ളാഹുവിന്റെ റഹ്മ. ആ വാക്കിൽ നിന്നാണ് അർ റഹ്മാനും അർ റഹീമും വരുന്നത്. ഈ രണ്ട് വാക്കുകളെ പറ്റി പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അർ റഹ്മാൻ എന്നുള്ളൊരു വാക്ക് 57 പ്രാവശ്യവും അർ റഹീം എന്നുള്ളൊരു വാക്ക് 114 പ്രാവശ്യമാണ് ഖുർആനിൽ വന്നിട്ടുള്ളത്. നമുക്ക് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എന്താണ് അർ റഹ്മാനും അർ റഹീമും തമ്മിലുള്ളൊരു വ്യത്യാസം? അതോ അർ റഹ്മാനും അർ റഹീമും സെയിം അർത്ഥം തന്നെ ആണോ? രണ്ടും അള്ളാഹുവിന്റെ റഹ്മയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അതിനെക്കുറിച്ചും പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അർ റഹ്മാനാണ് കൂടുതൽ കാരുണ്യം കാണിക്കുന്ന വാക്ക്. അപ്പോൾ രണ്ട് വാക്കുകളിൽ കൂടുതൽ സ്ട്രോങ്ങറും ഹെവിയറുമായിട്ടുള്ള വാക്ക് അർ റഹ്മാൻ ആണെന്ന് പറയാം. അതിന്റെ റീസൺസ് നമുക്ക് ഖുറാനിൽ നിന്ന് തന്നെ ഒരുപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, അള്ളാഹു സൂറത്തുൽ ഇസ്രായിൽ 110 ആയത്തിൽ, 17ാമത്തെ സൂറത്താണ്, 110 ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുലിദുല്ലാ അവിദുർ റഹ്മാൻ അയ്യമ്മ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഖുൽ, നബിയെ അങ്ങ് പറയുക. ആരോട് പറയാൻ? സത്യവിശ്വാസികളോട്. അള്ളാഹുവിനെ ഏത് പേര് വിളിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സത്യവിശ്വാസികളെ പഠിപ്പിക്കുവാണ്. അപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുവാണ്, ഖുൽ ഇദുല്ലാ, നബി അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഇദുല്ലാ, അള്ളാഹു എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു കൊള്ളുക. അവിദുർ റഹ്മാൻ, അല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക.
അയ്യമ്മ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ ഏത് പേര് വിളിച്ച് അള്ളാഹുവിനെ പ്രാർത്ഥിച്ചാലും ഉത്തമ നാമങ്ങളൊക്കെയും, അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ ഉത്തമ നാമങ്ങൾ, അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങളൊക്കെയും അള്ളാഹുവിനുള്ളതാണ്. ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. ഇവിടെ അള്ളാഹുവിന്റെ മറ്റു വിശേഷണങ്ങളൊക്കെയും, അൽ അസീസ് ആവട്ടെ, അൽ മാലിക് ആവട്ടെ, അൽ ഖുദ്ദൂസ് ആവട്ടെ, അൽ ഖഹാർ ആവട്ടെ, ആ വിശേഷണങ്ങളൊക്കെയും അള്ളാഹു ഒരു കാറ്റഗറിയിൽ, ഉത്തമ നാമങ്ങൾ എന്നുള്ളൊരു കാറ്റഗറി, അസ്മാ ഉൽ ഹുസ്ന എന്ന് ഒരുമിച്ച് ചേർത്ത് പറഞ്ഞപ്പോൾ അള്ളാഹു സെപ്പറേറ്റ് ആയിട്ട് പേരെടുത്ത് പറഞ്ഞ രണ്ട് പേരുകൾ ഏതൊക്കെയാണ്? ഒന്ന് അള്ളാഹ് എന്നും രണ്ട് അർ-റഹ്മാൻ എന്നും. അതുമല്ല, ഒരു സൂറത്തിന്റെ പേര് തന്നെ അർ-റഹ്മാൻ എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആയത്ത് തന്നെ, ഒരു അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു വിശേഷണം, ഒരു പേരാണ്. ആ പേര് തന്നെ ഒരു ആയത്തായിട്ട് മാറി. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ. സോ ഇതിൽ നിന്നെല്ലാം അർ-റഹ്മാൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര ഹയർ ആണ് മറ്റ് വിശേഷണങ്ങളിൽ നിന്നും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അർ-റഹ്മാൻ എന്നുള്ളൊരു വാക്കിന്റെ ലിംഗ്വിസ്റ്റിക് സൈഡ്, അത് ഭാഷാപരമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, അറബിയിൽ ഈ അവസാനം ആൻ ചേർത്ത് വരുന്ന വാക്കുകൾ കൂടുതലായിട്ടും ഒരു കാര്യത്തിന്റെ എക്സ്ട്രീം ലെവൽ സൂചിപ്പിക്കാനാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വിശപ്പിന് ജൗ എന്നാണ് പറയുന്നത്, ഹങ്കർ. പക്ഷേ എക്സ്ട്രീം ലെവൽ ഹങ്കറിന്, ഇനി അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ വിശന്ന മരിച്ചു പോകും, അതേ കൂട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് ജൗ ആൻ എന്നാണ് പറയുന്നത്. അതുകൂട്ട് തന്നെ നമ്മൾ ദേഷ്യപ്പെടുന്നതിന് ഒലബ് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങേയറ്റത്തെ ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരുത്തനാണെങ്കിൽ അവന് ഒൽബാൻ എന്ന് പറയും. അതുപോലെ റഹ്മയുടെ അങ്ങ് എക്സ്ട്രീം ഫോമിന് റഹ്മാൻ എന്ന് നമ്മൾ ചേർത്ത് പറയും. സോ ആ റഹ്മാൻ എന്ന് പറയുമ്പോൾ കാരുണ്യത്തിന്റെ അങ്ങേയറ്റം, അതിന്റെ അപ്പുറത്തേക്ക് വേറെ കാരുണ്യം നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ എക്സ്ട്രീം ഫോം. അതാണ് അർ-റഹ്മാൻ സൂചിപ്പിക്കുന്നത്. അർ-റഹീം സൂചിപ്പിക്കുന്നത്, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, അർ-റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു സത്യവിശ്വാസികളോട്, അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിനെ കീഴ്പ്പെട്ട് കഴിയുന്ന തൻ്റെ അടിമകളോട് അള്ളാഹു സ്പെഷ്യലായിട്ട് കാണിക്കുന്ന ഒരു എക്സ്ട്രാ അഫെക്ഷൻ ആണ് അർ-റഹീം എന്ന് പറയുന്നത്. സോ അർ-റഹീം എല്ലാവരിലേക്കും വരില്ല. അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളോട് അള്ളാഹു സ്പെഷ്യലായിട്ട് കാണിക്കുന്ന ഒരു അഫെക്ഷൻ, അതാണ് അർ-റഹീം. അർ-റഹ്മാൻ എന്ന് പറയുമ്പോൾ സകല ജീവികളോടും അള്ളാഹു പൊതുവായിട്ട് കാണിക്കുന്ന റഹ്മയാണ്. അത് അള്ളാഹുവിനെ അനുസരിക്കുന്നവരുണ്ടാവും, അള്ളാഹുവിനെ അനുസരിക്കാത്തവരുണ്ടാവും, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവരുണ്ടാവും, അള്ളാഹുവിനെ എതിർത്ത് സംസാരിക്കുന്നവരുണ്ടാവും. ആരൊക്കെ തന്നെയാണെങ്കിലും അവർക്കെല്ലാം അള്ളാഹു റഹ്മ ചെയ്യുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ പൊതുവായിട്ടുള്ള കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഇന്ന് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവരും അവരും ശ്വാസം വലിക്കുന്നത് അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയാണ്. അവരുടെയും കാര്യങ്ങൾ നടക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. സോ അത് അള്ളാഹുവിന്റെ പൊതുവായിട്ടുള്ള അർ-റഹ്മാനിൽ പെടുന്നതാണ്. പക്ഷെ അർ-റഹീം എന്ന് പറയുമ്പോൾ അത് സത്യവിശ്വാസികളോട് അള്ളാഹു കാണിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു സ്നേഹമാണ്. വകാന ബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നതാണ്. അള്ളാഹു സത്യവിശ്വാസികളോട് ഏറെ കാരുണ്യമുള്ളവനാണ്. ഇതിനെ ബേസ് ചെയ്ത് സഹാബത്ത് തന്നെ പറയുന്നത്, അർ-റഹ്മാൻ എന്ന് പറയുന്നത് ഈ ലോകത്തേക്കും, അർ-റഹീം എന്ന് പറയുന്നത് നാളെ ആഖിറത്തിൽ സത്യവിശ്വാസികളോട് അള്ളാഹു കാണിക്കുന്ന സ്നേഹവുമാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ ഈ രണ്ട് വിശേഷണങ്ങളും ചേർത്ത് വെച്ചതിലൂടെ അള്ളാഹു കാരുണ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് വ്യൂ ആണ് നമുക്ക് തരുന്നത്. യജമാനനെ കുറിച്ചുള്ള ഒരു കൺസേൺ നമുക്ക് വന്നപ്പോൾ അള്ളാഹു എങ്ങനെയുള്ള യജമാനൻ, അർ-റഹ്മാനും അർ-റഹീമുമാണ്, സർവ്വലോകത്തിനോടും സർവ്വജീവികളോടും കാരുണ്യം കാട്ടുന്നവനുമാണ്, സത്യവിശ്വാസികളോട് പ്രത്യേകമായിട്ടുള്ള കാരുണ്യം കാട്ടുന്നവനുമാണ്. സുബ്ഹാനല്ലാഹ്. സോ അതൊരു കംപ്ലീറ്റ് പാക്കേജ് ആയി. പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻഷാല്ലാ ഇനി ഫാത്തിഹ ഓതുമ്പോൾ, നമസ്കാരത്തിൽ ഓതുമ്പോൾ ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ, റഹ്മാൻ റഹീം എന്നൊക്കെ പാരായണം ചെയ്യുമ്പോൾ അത്രയും നമ്മൾ ഇമോഷണൽ ആയിട്ട് കണക്ട് ആവാൻ ശ്രമിക്കണം ഇൻഷാല്ലാ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹദീസോട് കൂടി നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. അർ-റാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർള് യർഹമുകും മൻ ഫിസ് സമാ. ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു ഹദീസുമാണ്. അതുപോലെ തന്നെ ഒരല്പം ടങ് ട്വിസ്റ്ററുമാണ്. ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം. ഇത് കാണാതെ പഠിക്കാൻ നോക്കിക്കോ. അർ-റാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കാരുണ്യമുള്ളവരോട് അർ-റഹ്മാനായ പരമകാരുണികൻ കാരുണ്യം കാട്ടുന്നതാണ്. ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാട്ടുക. അർള് എന്ന് പറഞ്ഞാൽ ഭൂമി. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാട്ടുക. ഇർഹമുകു മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കാരുണ്യം ചൊരിയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നോക്കിയേ, നമ്മൾ പരസ്പരം ഏറ്റവും നന്നായിട്ട് സ്നേഹിച്ച് കഴിയണമെന്ന് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പഠിപ്പിച്ചു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു ഖുർആനിൽ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. സർവ്വലോകത്തിനും കാരുണ്യമായിട്ടാണ് നബിയെ അങ്ങേ നിയോഗിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സോ നമ്മൾ അർ-റഹ്മാന്റെ അടിമകളാണ്. നമ്മുടെ യജമാനൻ അർ-റഹ്മാനാണ്, നമ്മുടെ നായകൻ റഹ്മത്തൽ ലിൽ ആലമീനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം?
നമ്മുടെ ബേസിക് സ്വഭാവം മറ്റേത് വികാരത്തിനേക്കാളും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടത് മറ്റുള്ളവരോടുള്ള സ്നേഹവും കെയറിങ്ങും കമ്പാഷനും ഒക്കെയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കൺകുളിർമയിലും കഴിയാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.